ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് ചായക്ക് കടി പുട്ടാണ് കേട്ടോ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഉണ്ടാക്കണമല്ലേ. തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും അല്ലെങ്കിൽ ജീരകമൊക്കെ വാട്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എല്ലാവരും കടലക്കറി അങ്ങനെ ഉണ്ടാക്കണമെന്നല്ലേ. സ്പെഷ്യലൊന്നും ആയിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ അവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും തീമട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ തീമട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുട്ടും റെഡി ആയിട്ടുണ്ട്, കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മളെ അടുക്കളയിൽ ലൈറ്റ് ശരിയല്ല കേട്ടോ. അതുകൊണ്ട് വീഡിയോക്ക് ഒന്നും ഒരു ക്ലിയറൊന്നുമില്ല. അപ്പോൾ അടുക്കളയിലത്തെ ബൾബ് അങ്ങനെ ലൈറ്റ് വരും പോവും അങ്ങനെ മിന്നിങ് കൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ കാണണം. അപ്പോൾ പിന്നെ നമുക്ക് കൂട്ടാന് ക്യാരറ്റ് കേട്ടോ, ബീട്രൂട്ടല്ല ക്യാരറ്റ് ഉപ്പേരി കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ക്യാരറ്റൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പത്ത് തന്നെ നല്ല കനലുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകും വേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി അത് അവിടെ ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. എന്നാൽ പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ അത് അവിടെ ഇരുന്ന് അങ്ങനെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ അങ്ങനെ ഇരുന്ന് വേവട്ടെ. പിന്നെ നമുക്ക് കറി മീനാണ് കേട്ടോ, മത്തി മീനാണ്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് നന്നാക്കി എടുക്കണം. അതുകൊണ്ട് നല്ലൊരു കറി വെക്കണം. അപ്പോൾ ഞാൻ പിന്നെ ഉപ്പേരി അടുപ്പത്ത് വെച്ച് മീൻ നന്നാക്കാൻ പോയാൽ അത് ഇടയ്ക്കിളക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഉള്ളി തൊലിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അടുക്കളയിൽ നിന്ന് ഉള്ളി തൊലിക്കുകയും ചെയ്യാം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ ഉപ്പേരി. അപ്പം അങ്ങനെ ഞാൻ ഉള്ളി തൊലിക്കുക കേട്ടോ, മീൻ കറി വെക്കാനുള്ള. അപ്പം ഞാൻ ഉള്ളി തൊലിക്കണതിൻ്റെ ഇടയിൽ ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുട്ടിക്ക് കുറച്ച് തേങ്ങ ചിരകിയ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിക്ക് ഇട്ട് കൊടുത്തിക്കുക കേട്ടോ. അധികമൊന്നുമില്ല, കുറച്ച് തന്നെ ഉണ്ടായിരുന്നു. അത് പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മീനൊക്കെ നന്നാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി മീൻ കറി വെക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വാട്ടൊന്നും ചെയ്യാതെ ഉണ്ടാക്കണത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി 2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക്, വാട്ടൊന്നും ചെയ്യാതെ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ പിന്നെ വേഗമാണല്ലോ. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചത്, പച്ചമുളകും തക്കാളി, ഒരു വലിയ ഉള്ളിയൊക്കെ നുറുക്കിയിട്ട് കൊടുത്ത് പുളിയും തിരുമ്പി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്ത് അടുപ്പത്തേക്കാണ് വെച്ചാൽ നമുക്ക് വാട്ടാനും ഇളക്കാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മീൻ കറിക്കുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. തക്കാളി, ഉള്ളി ഇതൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ അതിക്ക് മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് മീൻ തന്നെ ഉള്ളൂ എടുത്തിട്ട്. ഇവിടെ കുട്ടികൾക്കൊന്നും കറിയില്ല, മീൻ ആരും കൂട്ടൂല. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കൂട്ടുക. ഓൽക്കൊക്കെ പൊരിക്കണം, ഓല് മീൻ കൂട്ടണമെങ്കിൽ. അപ്പം പിന്നെ ഓൽക്ക് കറി കേട്ടോ വേണ്ടത്. മീൻ കറി നല്ല ഇഷ്ടമാണ്, അടുത്ത മീൻ കൂട്ടൂല. പിന്നെ ഞാൻ കുറച്ച് മീൻ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിക്കണത്. അപ്പോൾ നമ്മളെ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മീൻ കറി. വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണിത്. ആദ്യം ഞാൻ വാട്ടിയിട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അത് നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നമ്മളെ മീൻ കറിയായി, ഉപ്പേരിയായി. ഇനി ഞാൻ കുടിച്ചാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ അതവിടെ ഇരുന്ന് അങ്ങനെ തിളക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് കൂട്ടാൻ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കേട്ടോ. അടുക്കള വൃത്തിയാക്കണം, ഉള്ളിലൊക്കെ അടിച്ചോരി തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വലിയൊരു ഉഷാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിതാ അവിടെയൊക്കെ ഉള്ളിലൊക്കെ അടിച്ചോരി തുടച്ചൊക്കെ പോകുന്നത് അടുക്കളൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തുടക്കലങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.